വെൽക്കം ടു ലൈഫ് വിത്ത് ഒപ്റ്റോം. ഞാൻ മാളവിക, കറന്റ് അയർലൻഡിലാണ് വർക്ക് ചെയ്യുന്നത്. ഇത് നമ്മുടെ കൊറുവിൻ്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആണ്. ഫസ്റ്റ് വീഡിയോയിലോട്ട് കുറച്ച് ഡിലേ വന്നു. ഞാനിപ്പോൾ മാസ്റ്റേഴ്സും കൂടെ ചെയ്യുന്നുണ്ട്, അപ്പോൾ രണ്ടും കൂടെ ചെറിയൊരു ക്ലാഷ് വന്നു. കുറച്ച് പ്ലാനിങ്ങിൻ്റെ കുറവാണ്. പക്ഷേ ഇനി മുതൽ കറക്റ്റായിട്ട് നമ്മൾ വീഡിയോ പോകും കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് പാർട്ട് ഇട്ടപ്പോൾ ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്ത റെസ്പോൺസാണ് എനിക്ക് ആ വീഡിയോയ്ക്ക് കിട്ടിയത്. ഒരുപാട് ജെനുവിൻ കമൻസ് വന്നു. ഇൻസ്റ്റാഗ്രാമിലാണെങ്കിൽ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാര്യം എൻ്റെ ഇൻസ്റ്റാഗ്രാം ID ഡിസ്ക്രിപ്ഷനിൽ പോയി എടുത്ത് അവിടെ നിന്ന് റിക്വസ്റ്റ് അയച്ച് ഫോളോ ചെയ്ത് എന്താ പറയുക, ഡൗട്ട്സ് ചോദിച്ചപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. പക്ഷേ എനിക്കൊരു കാര്യം നിങ്ങളുടെ അടുത്ത് മെൻഷൻ ചെയ്യാനുണ്ട്. കാര്യം ഒരുപാട് മെസ്സേജ് വന്നപ്പം എന്ത് പറ്റിയെന്ന് വെച്ചാൽ ഒരാൾക്ക് ഞാൻ പറഞ്ഞു കൊടുക്കുന്ന പോലെയല്ല, ഒരു സെയിം റെപ്പിറ്റേറ്റീവ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരുമ്പോഴത്തേക്കിനും നമുക്കൊരു നാലാമത്തെ ആൾക്ക് അത് പറഞ്ഞു കൊടുക്കുമ്പോൾ ഇൻഫർമേഷൻ കുറഞ്ഞു പോകുന്ന പോലെ എനിക്ക് തന്നെ ഫീൽ ചെയ്യുന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ അടിയിൽ കമൻറ്റ് ചെയ്തോളാം. ഞാൻ വീഡിയോ ആയിട്ട് തന്നെ അത് ചെയ്യുന്നതായിരിക്കും. കാര്യം അപ്പോഴാണ് എനിക്ക് ആ ഒരു ഇൻഫർമേഷൻ എല്ലാവർക്കും ഒരേപോലെ കിട്ടുന്നുണ്ടെന്ന് തോന്നുന്നത്. മറ്റേത് ഞാൻ വോയിസ് ആയിട്ട് റെക്കോർഡ് ചെയ്യുമ്പം ഒരു 4th പേഴ്സണിലെ 5ാമത്തെ ആളിലോട്ട് എത്തുമ്പോഴത്തേക്കിനും ഞാൻ ഒരേ കാര്യം തന്നെ നമ്മളിങ്ങനെ പറയുമ്പോൾ നമ്മൾ കുറേയൊക്കെ മിസ്സായി പോകല്ലോ. അങ്ങനത്തെ സംഭവിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇനിയും ആർക്കെങ്കിലുമൊക്കെ ഞാൻ റിപ്ലൈ തരാത്തുണ്ടെങ്കിൽ സോറി. ഇനി ഞാൻ ഓപ്പൺ ആക്കാനായിട്ട് മെസ്സേജസ് ഉണ്ട്. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോയിൽ കമൻറ്റ് ചെയ്തോളൂ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് കൊറോണ എക്സ്പീരിയൻസ് വേണോ എന്നൊരു കുട്ടി കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു യൂട്യൂബ് വീഡിയോയിൽ. അതുകൊണ്ടാണ് ഈ വീഡിയോ ഇപ്പോൾ ഞാൻ പെട്ടെന്ന് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചത്. നമ്മുടെ ആക്ച്വലി സെക്കൻഡ് വീഡിയോ വരേണ്ടിയിരുന്നത് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് കൊറോണ വേണ്ടതെന്നുള്ളതായിരുന്നു. അത് ഈ വീക്കിൽ തന്നെ അപ്ലോഡ് ആവും. ഇതിപ്പോൾ ഞാൻ വിചാരിച്ചൊരു ക്വിക്ക് വീഡിയോ ആയിട്ട് ചെയ്യാം എന്നുള്ളത്. ഇതായിരുന്നു കേട്ടോ എനിക്ക് വന്നിട്ടുണ്ടായിരുന്ന ആ കമൻറ്റ്. ഇത് കൂടാതെ ഇൻസ്റ്റാഗ്രാമിൽ ഏറ്റവും കൂടുതൽ വന്നൊരു കമൻറ്റ് ഇതായിരുന്നു. അപ്പം അതിന് ഞാൻ റിപ്ലൈ കൊടുത്തിട്ടില്ല, അത് ചോദിച്ച ആർക്കും. കാര്യം വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യുന്നുള്ളതുകൊണ്ട്. അപ്പം ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദി വീഡിയോ. ഒരു രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് എക്സ്പീരിയൻസ് വേണം. എത്ര വർഷം എക്സ്പീരിയൻസ് വേണം? എക്സ്പീരിയൻസ് ഇല്ലാതെ ചെയ്തെന്ന് വെച്ച് കൊറു ഫയൽ റിജക്റ്റ് ചെയ്യുമോ? എന്തെങ്കിലും അത് സംബന്ധമായിട്ട് എക്സ്പീരിയൻസ് ഇല്ലാത്തത് കൊണ്ട് അഡാപ്റ്റേഷൻ വരുമോ? ഇങ്ങനെയൊക്കെയായിരുന്നു എനിക്ക് വന്ന ക്വസ്റ്റ്യൻസ്. ഞാൻ എല്ലാത്തിനും ആൻസർ ചെയ്യാം. അത് കൂടാതെ എനിക്ക് എന്താ പറയുക, ഞാൻ കുറേ ആൾക്കാരുടെ അടുത്ത് സംസാരിച്ചതിനും ഇവിടെ വന്നിട്ടും എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു പ്രോ ടിപ്പും കൂടെ ഞങ്ങൾക്ക് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണണം, എന്നാലേ നിങ്ങൾക്ക് പ്രോ ടിപ്പ് കിട്ടുള്ളൂ. ഓക്കെ, നിങ്ങൾ കൊറുവിൻ്റെ വെബ്സൈറ്റിൽ പോയിട്ട് നോക്കിയിട്ടുണ്ട്, നിങ്ങൾ എവിടെയും കണ്ടിട്ടില്ല എത്ര എക്സ്പീരിയൻസ് വേണം എന്നുള്ളത്. ശരിയാണ്. ഇപ്പോൾ ബാക്കിയുള്ള രജിസ്ട്രേഷൻ പോലെയല്ല, അതായത് DHO ഖാദോ ഒക്കെ പോലെ അതിനൊക്കെ കറക്റ്റായിട്ട് അവർ പറയുന്നുണ്ട് ഇത്ര വർഷം നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ എന്ന്. പക്ഷേ കൊറുവിൻ്റെ വെബ്സൈറ്റിൽ എവിടെയും അങ്ങനെ ഒരു ഇത്ര വർഷം എക്സ്പീരിയൻസ് വേണം എന്നവർ പറയുന്നില്ല. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഇല്ലെങ്കിലും കൊറുവിന് അപ്ലൈ ചെയ്യാം. ഇത് കേട്ട ഉടനെ പോയി ഞാൻ ഫ്രഷറാണ്, ഞാൻ പോയി കൊറു ചെയ്യാം എന്ന് പറഞ്ഞ് ഓടരുതാരും. വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ടേ പോകാവുള്ളൂ. കാര്യം കൊറു എല്ലാ ഫയലും ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് ഇവാലുവേറ്റ് ചെയ്യുന്നത്. ഇപ്പം എനിക്ക് എക്സ്പീരിയൻസ് ഇല്ലാതെ കിട്ടി, രജിസ്ട്രേഷൻ കിട്ടി. അപ്പുറത്തെ സൈഡിൽ 10 വർഷം എക്സ്പീരിയൻസ് ഉള്ള ഒരാൾക്ക് രജിസ്ട്രേഷൻ കിട്ടിയില്ല. അതിൻ്റെ അർത്ഥം എക്സ്പീരിയൻസ് അല്ല കൊറുവിനെ മാറ്റർ ചെയ്യുന്നത്. കൊറുവിനെ മാറ്റർ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. കൊറു ഫസ്റ്റ് ആയിട്ട് അനലൈസ് ചെയ്യുന്നത് നിങ്ങളുടെ ബാച്ചിലേഴ്സ് ആണ്. ഇപ്പം നിങ്ങൾ ഫിസിയോതെറാപ്പിസ്റ്റ് ആയിട്ടാണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് കൊറു വാലുവേറ്റ് ചെയ്യുന്നത് നിങ്ങളുടെ ബാച്ചിലേഴ്സ് നിങ്ങൾ എവിടെ ചെയ്തു, ഏത് യൂണിവേഴ്സിറ്റിയിൽ ചെയ്തു, നിങ്ങൾ അവിടെ എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചു, ഇതാണ് ആദ്യത്തെ ഇവാലുവേഷൻ അവർ ചെയ്യുന്നത്. ഇപ്പം നിങ്ങൾ കൊറുവിനെ കുറിച്ച് ഓൾറെഡി വായിച്ച് അറിഞ്ഞ് കുറേ നിങ്ങൾക്ക് ഓൾറെഡി ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ കേട്ടിട്ടുള്ള ഒരു കാര്യമായിരിക്കും സ്റ്റാൻഡേർഡ് ഓഫ് പ്രൊവിഷൻസി. എല്ലാ പ്രൊവിഷനും അതിൻ്റേതായിട്ടുള്ള സ്റ്റാൻഡേർഡ് ഓഫ് പ്രൊവിഷൻസി ഉണ്ട്. ഒപ്റ്റോമെട്രിസ്റ്റ്, ഫിസിയോതെറാപ്പിസ്റ്റ്, ഡയറ്റീഷ്യൻ എല്ലാവർക്കും അവരുടെ പ്രൊഫഷനുമായിട്ടുള്ള സ്റ്റാൻഡേർഡ് ഓഫ് പ്രൊവിഷൻസി ഉണ്ട്. എന്താണ് സ്റ്റാൻഡേർഡ് ഓഫ് പ്രൊവിഷൻസി എന്ന് അറിയില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ്. ഓക്കെ, ഞാനതൊരു വീഡിയോ ചെയ്യാം. അപ്പോൾ കൊറു ബേസിക്കലി ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ സിലബസ് അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ച കാര്യം അതുമായിട്ട് നമ്മുടെ പ്രൊഫഷൻ്റെ സ്റ്റാൻഡേർഡ് ഓഫ് പ്രൊഫഷൻസി രണ്ടും തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കുകയാണ് ചെയ്യുന്നത്. അത് കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡെഫിസിറ്റ് മീൻസ് ഞാനൊരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഇപ്പോൾ നമുക്കൊരു കോമൺ ആയിട്ട് എടുക്കാം. ഇപ്പോൾ ഒരു പീഡിയാട്രിക്സിൽ ഇന്ന കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത് അയർലൻഡിൻ്റെ സ്റ്റാൻഡേർഡ് ഓഫ് പ്രൊഫഷൻസിലുണ്ട്. പക്ഷേ നിങ്ങൾ പഠിച്ച സ്ഥലത്ത് പീഡിയാട്രിക് ഡിപ്പാർട്ട്മെൻറ്റ് ഇല്ല, നിങ്ങൾക്ക് പീഡിയാട്രിക് ഡിപ്പാർട്ട്മെൻറ്റിൽ നിങ്ങൾ ഇന്റേൺഷിപ്പ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ അവിടെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഇല്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്കൊരു ഡെഫിസിറ്റ് ആയിട്ടായിരിക്കും ഒരു മാർക്ക് ചെയ്യുന്നുണ്ടാവുക പഠിക്കുന്ന സമയത്ത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കൊരു ഡെഫിസിറ്റ് വന്നു പീഡിയാട്രിക്സിൽ. ഇത് കഴിഞ്ഞ് നിങ്ങൾ വർക്ക് ചെയ്ത സ്ഥലത്ത് നിങ്ങൾക്ക് പീഡിയാട്രിക്സ് ഉണ്ടെന്ന് കാണിക്കാൻ പറ്റിയാൽ നിങ്ങളുടെ ഈ ഡെഫിസിറ്റ് അവിടെ ഡൺ. പിന്നെ അവിടെ നിങ്ങൾക്ക് ഒരു അഡാപ്റ്റേഷൻ വരാനുള്ള ഒരു ചാൻസ് ഇല്ല. അപ്പം എക്സ്പീരിയൻസ് വേണ്ട, അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഇത്ര വർഷം മാൻഡേറ്ററി അല്ല എന്ന് കൊറു പറയുന്നുണ്ടെങ്കിലും
എപ്പോഴും എക്സ്പീരിയൻസ് ഉള്ളത് തന്നെയാണ് നല്ലത്. എന്തിനാ വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ ഈ ഡെഫിസിറ്റിനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെയാണ് CPD. CPDസും നിങ്ങൾ മാക്സിമം ചെയ്യാൻ പറ്റുന്ന അത്രയും CPDs ചെയ്യുക. അതും കൊറുവിന് ഭയങ്കര ബെനിഫിറ്റ് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. കാര്യം ഈ ഡെഫിസിറ്റിനെ ഓവർകം ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരാണ് നിങ്ങൾ ചെയ്യുന്ന മാസ്റ്റേഴ്സ്, നിങ്ങളുടെ CPD ഡോക്യുമെന്റ്സ്, അതുപോലെ തന്നെ നിങ്ങളുടെ എക്സ്പീരിയൻസ്. ഈവൻ ദോ എക്സ്പീരിയൻസ് ഇത്ര വർഷം വേണമെന്ന് പറയുന്നില്ലെങ്കിലും ഇതാണ് ഈ ഡെഫിസിറ്റിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് വേണ്ടത്. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ബിഗിനിങ്ങിൽ ഒരു പ്രോ ടിപ്പ് പറഞ്ഞു തരാമെന്ന്. അപ്പം നിങ്ങളൊരു 2 വർഷം വർക്ക് ചെയ്തു, ഓക്കെ, എനിക്ക് 2 വർഷത്തെ എക്സ്പീരിയൻസ് ആയി, ഇനി ഞാൻ പോയി കോറ് ചെയ്യാം, ഓക്കെ, 6 മാസത്തിൽ എനിക്ക് കോറ് കിട്ടും, ഞാൻ അയർലൻഡിൽ പോകുന്നു, വർക്ക് ചെയ്യുന്നു, അതാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ അങ്ങനെ നിങ്ങൾ ചെയ്യരുത്. എനിക്ക് മനസ്സിലായ ഒരു കാര്യം, നിങ്ങൾ പഠിച്ചിറങ്ങി, നിങ്ങളൊരു ജോയിൻ ചെയ്തു, നിങ്ങളൊരു സ്ഥലത്ത് വർക്ക് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തൊരു 6 മാസം അല്ലെങ്കിൽ ഒരു മേ ബി ഒരു 8 months ഒക്കെ ആവുന്ന സമയത്ത് തന്നെ നിങ്ങൾ ഇതിൻ്റെ പേപ്പർ വർക്ക്സ് ഒക്കെ തുടങ്ങുക. ഇതിന് കുറേ ഡോക്യുമെൻറ്റേഷൻ കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം നിങ്ങൾ ഈ വെബ്സൈറ്റിൽ പറയുന്ന പോലെ 6 മാസം കൊണ്ട് ഇത് നടക്കുമോ, അല്ലെങ്കിൽ എത്ര നാൾ കൊണ്ട് രജിസ്ട്രേഷൻ കയ്യിൽ കിട്ടും എന്ന് ചോദിക്കുന്ന ആൾക്കാരുടെ അടുത്ത് എൻ്റെ ഒരു ജേർണി തന്നെ ഒരു ലോങ് വീഡിയോ ആയിട്ട് ചെയ്യേണ്ടി വരും. കാര്യം നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ അല്ല കൊറിയൻ ഡോക്യുമെൻറ്റേഷൻ പോകുന്നത്, കുറച്ച് കോംപ്ലിക്കേറ്റഡ് തന്നെയാണ്. അപ്പം എൻ്റെ ഒരു പ്രോ ടിപ്പ്, നിങ്ങളൊരു 8 months ആകുമ്പോൾ തന്നെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ, ഇപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ മാർക്ക് ലിസ്റ്റ് കാര്യങ്ങളൊക്കെ വേണം, നിങ്ങളുടെ കോളേജിൽ നിന്ന് കുറേ പേപ്പേഴ്സ് കിട്ടാനുണ്ട്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നിങ്ങൾ കളക്ട് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുക. എന്നിട്ട് കൊറുവിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് പതുക്കെ ഡോക്യുമെൻറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യുക. അപ്പം ഡോക്യുമെൻറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ അടുത്ത് അവർ എക്സ്പീരിയൻസ് ഉണ്ടോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കും. അപ്പോൾ നിങ്ങൾക്ക് സ്റ്റിൽ വർക്കിംഗ് കൊടുത്ത് മുന്നോട്ട് പോകാം. ഡോക്യുമെൻറ്റേഷൻ ഒക്കെ കഴിഞ്ഞ് ഏകദേശം ലാസ്റ്റ് സ്റ്റേജിലോട്ടൊക്കെ എത്തുമ്പോഴത്തേനും നിങ്ങൾക്ക് ഒരു 1.5 വർഷം എക്സ്പീരിയൻസ് ആവും. അതായത് ഇങ്ങോട്ടേക്ക് വരുന്ന ടൈം ആകുമ്പോഴത്തേക്കും, രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യുന്ന സമയം ആകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അത്രയൊരു എക്സ്പീരിയൻസ് ആവും. നിങ്ങൾക്ക് എംപ്ലോയറെ കണ്ടുപിടിക്കാൻ കുറച്ചും കൂടി ഈസി ആയിട്ടുണ്ടാവും. അപ്പം ഇതാണ് എൻ്റെ ഒരു പ്രോട്ടീപ്പ്. നിങ്ങൾ ഫ്രഷറായി ഇപ്പോൾ പഠിച്ചിറങ്ങി ഇപ്പോൾ തന്നെ പോയിട്ട് കൊറുവിൻ്റെ സ്റ്റാർട്ട് ചെയ്യരുത് പ്രോസസ്സിങ്. കുറച്ച് നാൾ വെയിറ്റ് ചെയ്യുക, ഒരു 8 months അല്ലെങ്കിൽ ഒരു 1 year വെയിറ്റ് ചെയ്യുക. ഈ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഡോക്യുമെൻറ്റ്സ് ഒക്കെ ഗ്യാദർ ചെയ്യാനായിട്ടുള്ള ഒരു ടൈമാണ്. അതെല്ലാം കളക്ട് ചെയ്ത് വെക്കുക. പിന്നെ കൂടുതൽ ആൾക്കാരിലോട്ട് കണക്ട് ചെയ്യുക. ഞാൻ ആദ്യത്തെ എൻ്റെ പാർട്ട് ടൈം ജോബിൽ പറഞ്ഞ സെയിം കാര്യം എനിക്ക് ഇവിടെയും പറയാനുള്ളത്. ബിൽഡ് കണക്ഷൻസ്. എപ്പോഴും കൊറു ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരായിക്കോട്ടെ, കൊറു ഓൾറെഡി കിട്ടിയ ആൾക്കാരായിക്കോട്ടെ, ഇപ്പം നിങ്ങളുടെ പ്രൊഫഷനുള്ളവരായിരിക്കണം എന്നില്ല, ഏതെങ്കിലും നിങ്ങൾക്ക് എത്ര പേരെയായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുമോ അത്രയും നല്ലതാണ്. ഇപ്പോൾ എൻ്റെ കാര്യത്തിൽ ഞാൻ ചെയ്ത ഏറ്റവും ഒരു നല്ല, അല്ലെങ്കിൽ എനിക്ക് ബെനിഫിഷ്യൽ ആയിട്ട് തോന്നിയ ഒരു കാര്യമാണ് ബിൽഡ് കണക്ഷൻസ്. അത് മാത്രമേ ഈ വീഡിയോ കാണുന്ന എല്ലാവരുടെ അടുത്ത് എനിക്ക് പറയാനുള്ളൂ. നിങ്ങൾക്ക് പറ്റുന്ന അത്രയും ആൾക്കാരുമായിട്ട് നിങ്ങൾ കണക്ട് ചെയ്യുക, ലിങ്ക്ഡിനിൽ മെസ്സേജ് ചെയ്യുക, ചോദിക്കുക. ഓരോ ആൾക്കാർക്ക് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അവരുടെ ഡോക്യുമെൻറ്റേഷനിൽ കൂടെ അവർ ലേൺ ചെയ്തിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം അത് നിങ്ങൾ മറക്കാതെ ചെയ്യുക. നിങ്ങൾക്ക് അയർലൻഡിലോട്ട് വരിക എന്നുള്ളതാണ് നിങ്ങളുടെ എയിം എന്നുണ്ടെങ്കിൽ ഫ്രം ദ ബിഗിനിങ് മാക്സിമം ആൾക്കാരായിട്ട് കണക്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആണെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇതിനിടയിൽ കമൻറ്റ് ചെയ്താൽ മതി, നമുക്ക് വീഡിയോ ആയിട്ട് ചെയ്യാം. സോ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ച് എന്നെ ഫോളോ ചെയ്ത് ഡൗട്ട് ചോദിച്ച എല്ലാവർക്കും താങ്ക്സ്. വീഡിയോ കണ്ടവർക്കും വീഡിയോ ലൈക്ക് ചെയ്ത എല്ലാത്തിനും ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ്. കാര്യം ഒരു ഫസ്റ്റ് വീഡിയോയിൽ തന്നെ ഇത്രയും ഒരു റെസ്പോൺസ് ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. താങ്ക് യു സോ മച്ച്. അപ്പോൾ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എനിക്ക് പറ്റുന്ന പോലെ ഞാനത് പറഞ്ഞു തരുന്നതായിരിക്കും. ഇല്ലെങ്കിൽ എനിക്കിവിടെ ഓൾറെഡി വർക്ക് ചെയ്യുന്ന ആൾക്കാരെയും അതുപോലെ തന്നെ കുറിച്ച് ചെയ്തിട്ടുള്ള ആൾക്കാരെയും ഒക്കെ കുറേ പേരെ ഞാൻ കണക്ട് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ നമ്മൾ അവരോട് ചോദിച്ചിട്ടാണെങ്കിലും നമ്മൾ ക്ലിയർ ചെയ്യുന്നതായിരിക്കും. ആക്ച്വലി DL അഡാപ്റ്റേഷൻ ഇതിനെ പറ്റിയിട്ടൊക്കെ എനിക്ക് ഒരുപാട് ഒരുപാട് എനിക്ക് മെസ്സേജസ് വരുന്നുണ്ട്. വീഡിയോ ചെയ്യാം, ഉറപ്പായിട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും. അഡാപ്റ്റേഷൻ്റെ പ്രൊസീജിയേഴ്സും അതുപോലെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൻ്റെ പ്രൊസീജിയേഴ്സും ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാം നമുക്ക് വരുന്നുണ്ട് കേട്ടോ ചാനലിൽ. അപ്പോൾ ഓക്കെ, ബൈ.